ശാക്തീകരണ നടപ്പാക്കിയതിലൂടെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് കർഷകർ ഈ രീതിയിൽ തകർത്തത്. അതേ നയം തന്നെയാണ് BJP സർക്കാരിൻ്റെ തുടർന്ന്. ഇത് കർഷകരുടെ ഒരു പ്രശ്നമേ ആവുന്നുണ്ട്. നമുക്കറിയാം, ഒന്നാം UPA ഗവൺമെൻറ് അന്നത്തെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. അതും ഇടതുപക്ഷത്തിന് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് സ്വാമിനാഥൻ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. 2-3 വർഷം കൊണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് രണ്ടാം UPA ഗവൺമെൻറ് കയ്യിലാണ് കിട്ടിയത്. അവരുടെ തന്നെ സർക്കാരാണ് ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ച് സ്വാമിനാഥൻ കമ്മീഷൻ നിയോഗിച്ചത്. പക്ഷെ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ല. കോൺഗ്രസ് എന്താ ചെയ്തത്? കോൺഗ്രസ് പറഞ്ഞത്, ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ മാർക്കറ്റ് ആകെ കുഴപ്പത്തിലാണ്. സ്വാമിനാഥൻ പറഞ്ഞത്, നമ്മുടെ കാർഷിക വിളകൾക്ക് താങ്ങുവില നൽകണമെന്നായിരുന്നു. അത്തരമൊരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല, അത് മാർക്കറ്റ് അവതാളത്തിലാക്കും. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടേ സ്വീകരിക്കാൻ പറ്റില്ല, റിപ്പോർട്ട് തള്ളുന്നു. ഇതാണ് രണ്ടാം UPA സർക്കാർ തീരുമാനിച്ചത്.